ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ചാക്കോ ബോബൻ നായകനായി ജിത്തു അഷറഫ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 20 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചിത്രത്തിന്റെ മൂന്നാമത്തെ ഞായറാഴ്ച കൂടിയായ 18-ാം ദിവസമാണ് ഇന്നലെ പിന്നിട്ടത്. 17-ാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 1,10,00,000 റേഞ്ചിലായിരുന്നു. അങ്ങനെ ആദ്യ 17 ദിവസം കൊണ്ട് തന്നെ 25 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരുന്നു. 18-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 1,20,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിക്കറ്റ് കളി മൂലമാണ് ഇന്നലെ ഈ സിനിമയുടെ കളക്ഷൻ ഈ 1,20,00,000 ഒതുങ്ങിയത്. അല്ലെങ്കിൽ 1.5 കോടിക്ക് മുകളിൽ പോകേണ്ടതായിരുന്നു. എന്തായാലും 18 ദിവസത്തെ കേരള കളക്ഷൻ പരിശോധിക്കുമ്പോൾ ഏകദേശം 26.5 കോടി റേഞ്ചിൽ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 17 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 46 കോടിക്ക് മുകളിലായിരുന്നു. നിലവിൽ 47-48 കോടിക്ക് മുകളിലാണ് 18 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. വിജയരാഘവൻ പ്രധാന താരമായി ശരത്ചന്ദ്രൻ ആർജ സംവിധാനം ചെയ്ത് മാർച്ച് 7 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഔസേപ്പിന്റെ ഒസിയത്ത്. ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൻ, ഹേമന്ത് മേനോൻ എന്നിങ്ങനെ താരനിര കൂടിയുള്ള ഈ സിനിമ ഇന്നലെ ഞായറാഴ്ചയോടെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി കണക്ട് ചെയ്തിട്ടുള്ളത് 35 ലക്ഷം രൂപയാണ്. സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ ഉൾപ്പെടെ ഏകദേശം 50 ലക്ഷം റേഞ്ചിലാണ് നിലവിൽ 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. അശ്വന്ത് മാരിമുത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 21 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഡ്രാഗൺ. പ്രദീപ് രംഗനാഥൻ, കയാദ് ലോഹർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിലവിൽ 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ഇവിടെയും മികച്ച വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 150 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടി നായകനായി ടിനോ ടെന്നീസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 വിഷു റിലീസായി തിയേറ്ററിലെത്തുന്ന ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബസൂക്ക. നേരത്തെ വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയ്ക്ക് കേരളത്തിൽ 300 മുതൽ 400 വരെ തിയേറ്ററുകളും സ്ക്രീനുകളും ഉണ്ടാവും എന്ന വാർത്ത വന്നിരുന്നുവെങ്കിലും ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന ചില അപ്ഡേറ്റുകൾ പ്രകാരം മനസ്സിലാക്കാനാകുന്നത് ചിത്രത്തിന് 200 മുതൽ 225 തിയേറ്ററുകൾ മാത്രമേ കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ്. വിഷുവിന് ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തുന്നു എന്നത് തന്നെയാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. രജനീകാന്ത് നായകനായി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത് 2023 ഓഗസ്റ്റ് 10 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് ജയിലർ. വമ്പൻ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ചിത്രീകരണം ഇന്ന് ആരംഭിക്കും എന്ന അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന്റെ ആദ്യ ചിത്രീകരണം ആരംഭിക്കുന്നത് ചെന്നൈയിലാണ്. അർജുൻ അശോകൻ, സൈജു കുറുപ്പ് എന്നിവർ പ്രധാന താരങ്ങളായി ഷംസു സൈബ് സംവിധാനം ചെയ്യുന്ന അഭിലാഷം എന്ന സിനിമ ഈദ് റിലീസായി തിയേറ്ററിലെത്തും എന്ന അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ 2025 മാർച്ച് 9 31 വയസ്സ് പൂർത്തിയായ നിഖില വിമലിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിരുന്നു. പെണ്ണ് കേസ് എന്ന നാമകരണം ചെയ്തിരിക്കുന്ന സിനിമയുടെ പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ അജു വർഗീസ്, രമേശ് പിഷാരടി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.